ഹലോ മൈ ക്യൂട്ടീസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ +2 കോമേഴ്സ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്ന ഡൗട്ടായിട്ട് നിൽക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും ബിക്കോസ് ഞാനും കൊമേഴ്സാണ് എടുത്തേക്കുന്നത്. ആൻഡ് കൊമേഴ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നിങ്ങനെ ഞാൻ കുറേ റീസെർച്ച് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ തോട്ട് ഓഫ് ഷെയറിങ് ഇറ്റ് വിത്ത് യു ഓൾ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഓക്കെ, അപ്പോൾ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും പണ്ട് മുതൽ എല്ലാവരും പോണ കോഴ്സാണ് BCom, MCom, BBA. ഐ തിങ്ക് BBA ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന കുറച്ച് കോമൺ കോഴ്സസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു വേൾഡ്, ഇന്നത്തെ കറണ്ട് ടൈമിൽ ഐ തിങ്ക് ഈ കോഴ്സസിന് അത്ര വാല്യൂ ഇല്ല. ഇതൊക്കെ പഠിച്ചാലും നമ്മൾക്ക് അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ ലെസ്സാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെപ്പോഴും ഒരു ട്രഡീഷണൽ രീതിയിൽ പഠിക്കുന്ന പോലെ പഠിക്കാണ്ട് കുറച്ചും കൂടി സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്ത് ഇപ്പോഴത്തെ കറണ്ട് ഓപ്പർച്യൂണിറ്റി ലെവലിലുള്ള കോഴ്സസ് പഠിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. സോ ഐ തിങ്ക് ഞാൻ എന്തായാലും ചൂസ് ചെയ്യണത് ഇറ്റ്സ് ലൈക്ക് പ്രൊഫഷണൽ കോഴ്സസ് ലൈക്ക് CA, SCA, CMA, CS കൈൻഡ് ഓഫ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽ കോഴ്സസിനാണ് കൂടുതലും വാല്യൂ മോർ ദാൻ BCom, MCom. ഓഫ് കോഴ്സ് ഒരു ഡിഗ്രി വേണം, എങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ലിവിങ് സ്റ്റാൻഡേർഡ് കൂട്ടാൻ പറ്റുള്ളൂ. സോ നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുറേ പേര് എന്തായാലും പറയും ഡിഗ്രിക്ക് പോയിട്ട് പഠിച്ചാൽ മതി, ഡിഗ്രി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാം. ബട്ട് ഐ വുഡ് സേ നോ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രൊഫഷണൽ കോഴ്സാണ് നിങ്ങൾ എയിം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പ്രൊഫഷണൽ കോഴ്സ് ഒന്ന് സെറ്റാക്കാം. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം ഡിഗ്രി ചെയ്യൂ, അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ കോഴ്സ് എക്സാം പാസ്സായതിന് ശേഷം ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. ബിക്കോസ് ഒരു പ്രൊഫഷണൽ കോഴ്സ് ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് CA എടുക്കാം. CA എടുത്ത 5 years ആണ്. 5 yearsനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ നിങ്ങളൊരു ഡിഗ്രിക്ക് പോയിട്ടാണ് ഈ പ്രൊഫഷണൽ കോഴ്സ് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിഗ്രി 4 years ആണ്, 1 year കൂടി കൂട്ടി. അപ്പോൾ ആ 4 years കഴിയുമ്പോഴേക്കും നമുക്കൊരു 21 ഏജ് കഴിഞ്ഞിട്ടുണ്ടാവും, മേ ബി 21. അത് കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ കോഴ്സ് 5 yearsന് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് 22, 23, 24, 25, 26 ഏജ് എന്തായാലും തീരും. പക്ഷെ ഇപ്പോൾ നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് ഡയറക്റ്റ് പോയി ചെയ്തു, ഒരു 6 years എടുത്തു, സെറ്റായി, ഡിഗ്രി ജോബ് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ എഴുതുക, അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുമ്പോഴും നമുക്ക് പെർസ്യൂ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി മുന്നേ സെറ്റിലാവാം. വി ക്യാൻ ഏൺ മോർ മണി, വി ക്യാൻ സേവ് മണി ആക്ച്വലി. ആ എത്ര ടൈം നമ്മൾ സേവ് ചെയ്യുന്നു അത്രയും എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. സോ കുറച്ചും കൂടി നമ്മൾ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്ത് ഡിസൈഡ് ചെയ്യുക. ബിക്കോസ് ദ ഡിസിഷൻ യു മേക്ക് നൗ ഈസ് ഗോണ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. സോ തിങ്ക് സ്മാർട്ട്ലി, നോട്ട് ലൈക്ക് എവ്രിബഡി. ഓക്കെ, പണ്ടുള്ളവർ പലതും പറയും, ബട്ട് ഡോണ്ട് listen to them. Just do what your heart say, what your mind say, what the current world says, or you know that's it. അപ്പോൾ കുറച്ചും കൂടി തോട്ട്ഫുൾ ആയിട്ട് ചിന്തിക്കാം, കുറച്ചും കൂടി പ്രാക്ടിക്കലി ചിന്തിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവും. സോ അതായിരുന്നു അന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ ലിസണിങ് ടു ദിസ്. ബൈ ബൈ.